ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കാണുമ്പോൾ സ്കേർട്ട് ആൻഡ് ടോപ്പ് ആണെന്ന് തോന്നിയെങ്കിലും എന്നാൽ അതൊരു കോട്ടൺ ഫ്രോക്കാണ്. ഈ ഫ്രോക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഫുൾ വീഡിയോ കാണാൻ മറക്കല്ലേ. ആദ്യമേ തന്നെ നമുക്ക് യോക്ക് പാർട്ടിനുള്ള ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിന് വേണ്ടിയിട്ട് 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. വീതി ഫ്രണ്ടിലേക്ക് 13 ഇഞ്ചും ബാക്കിലേക്ക് 14 ഇഞ്ചും എടുത്തിട്ടുണ്ട്. ഇതിന് നടുവേ മടക്കിയിട്ട് ബാക്ക് പാർട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കണം. അതിനുശേഷം രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4.5 ഇഞ്ചാണ് ഷോൾഡറും ആം ഹോളും മാർക്ക് ചെയ്തത്. ചെസ്റ്റ് 5.5 പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ലൈൻ ഇട്ടതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ഇറക്കം 2 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്നൊരു സ്ക്വയർ പോലെ വരച്ച് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. വേസ്റ്റ് 5.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതും ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കണേ. 1/2 ഇഞ്ച് ചരിച്ചിട്ടാണ് എൻഡ് ഭാഗം 1/2 ഇഞ്ച് ചരിച്ചിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുത്ത് ഒരു 1/4 ഇഞ്ച് ഇത് ഷോൾഡർ സ്ലോപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. ഈ ലൈനിങ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ടിനൊക്കെ ഒന്നും കൂടി ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാം. ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ടിനൊക്കെ കുഴിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പാർട്ടിൻ്റെ വീതി എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. ഇറകം രണ്ടിനും സെയിം ആണ്, 8.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ബാക്ക് പാർട്ട് എടുത്തിട്ട് നമുക്കിതിൻ്റെ ഒന്ന് നീളം നോക്കാം. 8.5 ഇഞ്ച് നീളവും 14 ഇഞ്ച് വീതിയും ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. സിബ് വെക്കുന്നത് കൊണ്ടാണ് 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ ലൈനിങ് വെച്ചിട്ട് തന്നെ ഇതിൻ്റെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് നമ്മുടെ ലൈനിങ് ഉണ്ടല്ലോ, ബാക്ക് പാർട്ടിന് വേണ്ടി കട്ട് ചെയ്ത ലൈനിങ്, അത് രണ്ടും ഇതേപോലെ ഒരേപോലെ വശം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ലൈനിങ്ങിൻ്റെ അതേ ഇതിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യണം. ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബാക്കിന് നമ്മൾ ലൈനിങ്ങിൻ്റെ അതേ നീളത്തിൽ തന്നെയാണ് മെയിൻ ക്ലോത്തും കട്ട് ചെയ്തത്. എന്നാൽ ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങിനേക്കാളും ഒരു 3 ഇഞ്ച് ഇറക്കം കൂടുതൽ വേണം ഫ്രണ്ടിൽ മെയിൻ ക്ലോത്തിന്. മനസ്സിലായില്ലേ? ലൈനിങ് നമ്മൾ 8.5 ഇഞ്ചാണ് എടുത്തത്. അതിനേക്കാളും ഒരു 3 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് മെയിൻ ക്ലോത്തിലേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊന്ന് സൈഡ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ അളവും സെയിം ലൈനിങ് എങ്ങനെയാണോ നമ്മൾ എടുത്തത് അത് തന്നെയാണ് കൊടുക്കുന്നത്. ഇറക്കം മാത്രമാണ് ഒരു 3 ഇഞ്ച് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്കെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബോട്ടം പാർട്ടിലേക്കുള്ള ലൈനിങ് കട്ട് ചെയ്യാം. 14 ഇഞ്ച് ഇറക്കവും 40 ഇഞ്ച് വീതിയുള്ള 2 പീസാണ് ലൈനിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. മെയിൻ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്യാം. മെയിൻ ക്ലോത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് വീതി ഉണ്ടല്ലോ, അത് 2 മീറ്റർ ഫാബ്രിക്കാണ് ഇത്. ആ 2 മീറ്റർ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വർക്ക് വരുന്ന ഭാഗം ഫ്രണ്ടിലും അത് ഈ ചെറിയ
വർക്ക് വരുന്നത് ഭാഗം ബാക്കിലുമാണ് എടുത്തിരിക്കുന്നത്. മെയിനായിട്ടുള്ള ഭാഗം ഫ്രണ്ടിലാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ വർക്കുള്ള ഭാഗം ഫ്രണ്ടിലേക്കും മറ്റത് ബാക്കിലേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് 2 വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 24 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുള്ള 2 പീസ് എടുത്തിട്ട് ഇതുപോലെ നടുവ് മടക്കിയിട്ട് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബാൻഡിന് വേണ്ടിയിട്ടാണ്. ഇനി സ്ലീവിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മൾ ചെറിയൊരു സ്ലീവാണ് ചെയ്യുന്നത്. അതിൻ്റെ നീളം 7.5 ഇഞ്ച് ഇറക്കവും 14 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പീസ് തുണി കൊണ്ടാണ് കേട്ടോ നമ്മൾ 2 സ്ലീവ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ആദ്യം ഒന്ന് സെൻറ്റർ മടക്കിയതിന് ശേഷം ഒരു തവണ ഒരു കോണായിട്ട് മടക്കാം. അതിന് ശേഷം അതിനൊന്നും കൂടി നടുവേ കോണായിട്ട് ഒന്നും കൂടി മടക്കാം. ആദ്യം ഒരു പീസ് എടുക്കുക, അതിനെ സെൻറ്ററായിട്ട് നടുവേ മടക്കിയതിന് ശേഷം അതിന് ഒരു വട്ടം കോണായിട്ട് മടക്കുക. ആ കോണായിട്ട് മടക്കിയതിനെ വീണ്ടും ഒന്നും കൂടി മടക്കി കൊടുത്തതിന് ശേഷം ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. 3.5 ഇഞ്ചാണ് നമ്മൾ എല്ലായിടത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് തുറക്കുമ്പോൾ നമുക്ക് 2 പീസ് കിട്ടും. ഈ 2 പീസിനെ നമുക്കൊന്ന് ലെവൽ ചെയ്തൊന്ന് മടക്കി കൊടുക്കാം. ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മൾ ഒരു ലൂസായിട്ടുള്ളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ആ സ്റ്റിച്ച് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ടാണ് നമ്മളിതിൻ്റെ സ്ലീവ് ചെയ്യുന്നത്. തയ്ക്കുന്ന സമയത്ത് നമുക്കത് നോക്കാം. ഇനി നമുക്കൊരു ക്യാൻവാസിൻ്റെ ഷീറ്റ് എടുക്കുക. 3 ഇഞ്ച് വീതിയും 14 ഇഞ്ച് നീളമുള്ള ഒരു ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഫ്രണ്ടിൽ ആ ഒരു സ്കാലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. നമുക്കൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉൾവശത്ത് ഈ ക്യാൻവാസിൻ്റെ ഉൾവശത്ത് വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ എന്തിൻ്റെങ്കിലും ഒരു മൂടി എടുക്കുക. അതിന് ശേഷം നമുക്കതൊന്ന് ഒന്ന് നോക്കാം എത്രത്തോളം നമുക്ക് ആ ഒരു ഷേപ്പ് വരണം എന്നുള്ളത്. അതിന് 2 ലൈൻ താഴെയും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു എളുപ്പത്തിന് വേണ്ടി അങ്ങനെ ചെയ്തതാണ്. നമുക്ക് കയറി ഇറങ്ങിയും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തത്. നമുക്കിത് ക്യാൻവാസിനെ നടുവേ മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് കൊടുത്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നോക്കി ലെവലായിട്ട് വെച്ചതിന് ശേഷം മാർക്ക് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലെവൽ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇതേപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ഫിനിഷിങ്ങിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നോക്കി പതുക്കെ കട്ട് ചെയ്യണം കേട്ടോ. സെൻറ്ററിലൊന്നും കയറിപ്പോകാനൊന്നും പാടില്ല. നല്ല ലെവലിൽ തന്നെ മെല്ലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പീസ് ക്ലോത്തിലേക്ക് നമ്മളിത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതിന് കുറച്ച് ലെങ്ത്ത് കൂടുതൽ, ഇത്രയും വേണ്ട ആവശ്യമില്ല. ഒരു 1 ഇഞ്ച് മുകളിൽ വെച്ച് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, അതിൻ്റെ 1 ഇഞ്ച് മുകളിൽ വെച്ച് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. വേറൊരു ഫാബ്രിക് എടുത്തിട്ട് അതിന് 14 ഇഞ്ച് വീതിയും 3.5 ഇഞ്ച് ഇറക്കമുള്ള വീതിയുള്ള ഒരു ഫാബ്രിക് എടുത്ത് അതിലേക്കാണ് നമ്മൾ ക്യാൻവാസിന് ഒട്ടിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഇത് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ക്ലോത്ത് തന്നെയും ലൈനിങ് തന്നെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുക. ആദ്യം നമുക്കിത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും സീം അലവൻസ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് ഈ ഉടുപ്പ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതേപോലെ ലൈനിങ്ങിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെയും മെയിൻ ക്ലോത്തിൻ്റെയും ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ്ങിൻ്റെ നല്ല വശം ഇതേപോലെ ഒരേ ലെവലിൽ വെച്ച് കൊടുക്കാം. എന്നിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ നെക്ക് അടിച്ചെടുക്കണം. നെക്ക് അടിക്കുന്ന സമയത്ത് ബാക്ക് വശത്ത് നിന്ന് നമ്മളിങ്ങനെ ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് 2 സൈഡിൽ 1.5 ഇഞ്ച് വിട്ടിട്ട് ബാക്കി ഇങ്ങോട്ടേക്കാണ് നമ്മൾ നെക്ക് അടിക്കുകയുള്ളൂ. സിബ് വെക്കുന്ന സമയത്ത് നമുക്കത്
ആവശ്യം വരുന്നതാണ് ആ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് അവിടെ കൊടുക്കുന്നത്. അത് പിന്നീടാണ് നമ്മൾ ഫില്ല് ചെയ്യുക. ഈ 1.5 ഇഞ്ച് വിട്ടിട്ട് ബാക്കി റൗണ്ടിൽ നമുക്ക് നെക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ നെക്ക് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്ലീവ് ഉണ്ടല്ലോ, ആ സ്ലീവിൻ്റെ ഓപ്പണിംഗ് ഭാഗം ഇതേപോലെ ഒരു ലൂസ് സ്റ്റിച്ച് ഇട്ടിട്ട് അതിൽ ഒരു നൂല് കയ്യിൽ പിടിച്ചിട്ട് നമുക്കിങ്ങനെ വലിച്ച് വലിച്ച് കൊടുത്താൽ ചെറിയ ചെറിയ ഒരു ഞൊറി വരും. ഇതേപോലെ നമുക്ക് പ്ലേറ്റ് ഇട്ടെടുക്കാം ഇതിൻ്റെ സ്ലീവിന്. ചെറിയൊരു സ്ലീവാണ് നമ്മളിതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നല്ലോണം ഞൊറി വരുന്ന പോലെയും ബാക്കി ഭാഗം ഞൊറിയില്ലാതെ, അങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഒരേ ലെവലിലാക്കിയിട്ട് എടുക്കാം രണ്ട് സ്ലീവും. ഈ രണ്ട് സ്ലീവും നമുക്കിപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ലൈനിങ്ങും മാറ്റി വെച്ചിട്ട് മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമുക്കിതിൻ്റെ സ്ലീവ് സാധാരണ നമ്മൾ സ്ലീവ് അടിക്കൂലേ അതേപോലെ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് വേണം രണ്ട് സെൻറ്ററും മാർക്ക് ചെയ്ത് സ്ലീവിൻ്റെ സെൻറ്റർ നോക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കിത് സ്ലീവ് അതേലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ സ്ലീവ് ഒന്ന് മെയിൻ ക്ലോത്തിൽ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് ഇതേപോലെ ലെവലിൽ വെച്ച് കൊടുത്തിട്ട് ഒരറ്റത്ത് മുതൽ അപ്പുറത്തെ വശം വരെ ലെവലിൽ ആ ഒരു നമ്മൾ അടിച്ചു വെച്ച ആ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പാണ്, ആ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ കൂടെ തന്നെ ആ ഒരു ലൈനിങ്ങും കൂടി അടിച്ചെടുക്കാം. രണ്ട് സൈഡിലും ലൈനിങ്ങും കൂടി അടിച്ചു കൊടുക്കണം സ്ലീവിൻ്റെ മുകളിൽ കൂടി. ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ ആ ഒരു സീം അലവൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉള്ളിൽ പോയിക്കോളും, പുറമേ ഒന്നും കാണില്ല, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്കൊരു നോച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു വശത്ത് കൂടി ഉള്ളിലേക്ക് പുറത്തേക്ക് എടുക്കാം. ഇതേപോലെ കൈ കൊണ്ട് വലിച്ച് വലിച്ച് നമുക്കിതിനെ പുറത്തേക്ക് എടുക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിൽ കൂടെ വലിച്ചെടുത്തപ്പോൾ തുണി കൊണ്ട് ചുരുങ്ങി പോയിട്ടുണ്ട്, കോട്ടൺ ആയതുകൊണ്ട്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടിയിട്ട് നമുക്ക് സിബ്ബ് വെക്കാൻ നോക്കാം. ഇതിനകത്തേക്ക് മെയിൻ സിബ്ബ് വെക്കുമ്പോഴേക്കും നമ്മൾ ലൈനിങ് ഒന്ന് മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ, ആ മെയിൻ ക്ലോത്തിലാണ് നമ്മൾ സിബ്ബ് അടിച്ച് പിടിപ്പിക്കുന്നത്. സിബ്ബ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഇത് ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ അത് നമ്മുടെ മുഖത്തിന് നേരെ വെച്ചിട്ട് ശേഷം ആ സിബ്ബ് കാണുന്ന വശം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നമ്മൾ തിരിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പല്ല് ഉണ്ടല്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വേണം പല്ലുകൾ ഇത് ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളൊരു മുട്ടുസൂചി വെച്ച് കുത്തി കൊടുത്തതിന് ശേഷം നമുക്കത് സൈഡ് ചേർത്ത് അടിച്ച് വരാം. സിപ്പർ ഫൂട്ട് ഇട്ടിട്ട് അടിക്കുമ്പോൾ നല്ല ലെവലിൽ കിട്ടും. സിബ്ബ് വെക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഇതിനകത്ത് നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നതുകൊണ്ട് എല്ലാത്തിലും ഞാനത് ഡീറ്റെയിൽ ആക്കുന്നില്ല. ഇനി അതിന് ശേഷം നമ്മൾ ആ ലൈനിങ് ഉണ്ടല്ലോ ഇപ്പുറത്തേക്ക് മറച്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ നെക്ക് ഫിനിഷ് ചെയ്തത്, ആ നെക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് ബാക്കി കംപ്ലീറ്റ് ആക്കി കൊടുക്കാം. അവിടെ ഒരു 1.5 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടല്ലോ, ആ 1.5 ഇഞ്ചും അടിച്ച് താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വിടണം. അന്നേരം ആ സിബ്ബ് അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് പോകുള്ളൂ. അങ്ങനെ അടിച്ചിട്ട് താഴെ വരെ നമ്മൾ ആ ഒരു സിബ്ബ് ഇപ്പോൾ നമ്മൾ അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ടല്ലോ അതിങ്ങനെ വിടർത്തി വെച്ച് കൊടുത്തതിന് ശേഷം ആ നെക്ക് ആദ്യം കംപ്ലീറ്റ് ആക്കി അവിടെ ഒരു കുത്തി നിർത്തുക. സിബ്ബ് കഴിഞ്ഞിട്ടുള്ള ഭാഗം കുത്തി നിർത്തുക. അവിടെ നിന്ന് പിന്നെ നേരെ താഴത്തേക്ക് അടിച്ചു വിട്ടാൽ മതി. താഴത്തേക്ക് ഇതേപോലെ ആ സിബ്ബിൽ പല്ലിൽ കൊള്ളാണ്ട് അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ഈ സിബ്ബ് വെച്ചതും ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ പോവും. കുട്ടികളുടെ ദേഹത്തൊന്നും കൊണ്ട് കയറുക ഒന്നും ചെയ്യില്ല. നമുക്ക് ഈ ഒരു റെഡിമെയ്ഡ് ഫ്രോക്കൊക്കെ നമ്മൾ മേടിക്കൂലേ അപ്പോൾ കിട്ടുന്ന ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് സിബ്ബ് അറ്റാച്ച് ചെയ്ത് കിട്ടാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, സിബ്ബ് വെച്ചതിൻ്റെ ഇതൊന്നും എക്സ്ട്രാസ് ഒന്നും പുറത്ത് കാണുന്നില്ല. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, നമ്മൾ ആ ഒരു ബാൻഡിന് വേണ്ടിയിട്ട് വരച്ച് വെച്ചിരിക്കുന്ന പീസാണ്. അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ടെടുക്കണം. പിന്നെ നമുക്ക് ആ മുൻപിലുള്ള സ്കാലപ്പ് വർക്ക് ചെയ്യാം. ആ ഒരു പീസിൽ നമ്മൾ ആ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ആ ക്യാൻവാസ് നമ്മൾ മെയിൻ ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ, ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ടൊന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ എക്സ്ട്രാസ് നിന്ന് ആ ഒരു ചരിച്ച് വെട്ടിയ ഒരു ഇതുണ്ടല്ലോ, അതൊന്ന് ലെവൽ ചെയ്തൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കിനി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പതുക്കെ പതുക്കെ നിർത്തി നിർത്തി വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈനിങ് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിന് പുറമേ കൂടെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കളയാം. എക്സ്ട്രാസ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നല്ലോണം നോച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം അത് നമുക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ നമുക്ക് ആ ഒരു പോയിന്റുകളുണ്ടല്ലോ, ആ പോയിന്റുകളൊക്കെ അവിടെ എൻഡ് വരെ നല്ലോണം നോച്ചിട്ടെടുക്കണം. അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ആ സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. എൻഡ് ഉണ്ടല്ലോ, എൻഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് എക്സ്ട്രാ നിൽക്കുന്നത് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം, ലെവലല്ലാണ്ട് നിൽക്കുന്നത്. പിന്നെ ആ ഒരു സൈഡും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വരും. ആ ഒരു സാധു മറന്നു പോയതായിരുന്നു ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നും കൂടി നമുക്കിത് തിരിച്ചിടാം. അന്നേരം ഇതുപോലെ ആ ലെവല് എൻഡ് ഭാഗമാണ്, സൈഡ് രണ്ട് വശങ്ങളുണ്ടല്ലോ, രണ്ട് വശങ്ങളും കൂടി കവർ ചെയ്ത് കിട്ടണം. അന്നങ്ങനെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് ഉള്ളിലേക്ക് ഒരു 1/4 ഇഞ്ച് മടക്കി വെച്ചതിന് ശേഷം ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. ലൈനിങ് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യുമല്ലോ, ലൈനിങ്ങിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു മെയിൻ ക്ലോത്തും ബോട്ടം പാർട്ടും അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പീസ് നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ലൈനിങ് വേണ്ടി നമ്മൾ ഇതുപോലെ ചുരുക്കിട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അടിഭാഗവും മടക്കി അടിച്ചിട്ടുണ്ട്. ഈ പീസ് ആദ്യം നമുക്ക് ബാക്ക് പാർട്ട് അറ്റാച്ച് ചെയ്യാം. ബാക്ക് പാർട്ടിലെ ലൈനിങ് ഉൾവശം ഉണ്ടല്ലോ, ഉൾവശത്തേക്ക് വെച്ച് കൊടുക്കാം. ലൈനിങ്ങിൻ്റെ നല്ല വശവും ലൈനിങ് ചേർത്ത് വെച്ചിട്ട് ആദ്യം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഈ ലൈനിങ് വെച്ച ഭാഗം നമ്മൾ മറിച്ചിട്ടിട്ട് നല്ല വശത്ത് വെച്ചിട്ട് നല്ല വശവും തമ്മിൽ ചേർന്ന് വരുന്ന പോലെ വെച്ചിട്ട്, ഇത് ബാക്ക് പാർട്ടാണ്, ബാക്ക് പാർട്ട് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു ബാക്ക് പാർട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഫ്രണ്ട് പീസ് എടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് എടുക്കുക. ബാക്ക് നല്ല പീസ് ഉള്ളിലേക്ക് മാറ്റി വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ക്ലോത്ത് എടുക്കുക. ലൈനിങ്ങിൻ്റെ ക്ലോത്തിൻ്റെ ഉൾവശം ഉണ്ടല്ലോ, ഉൾവശത്ത് ലൈനിങ് സ്റ്റിച്ച് ചെയ്യാം. ലൈനിങ്ങിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തിട്ട് ലൈനിങ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം ഓക്കെ, ഇപ്പോൾ നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഒന്നും കൂടി അപ്പുറ വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ ആ ഇപ്പുറ വശം നമ്മൾ തയ്ച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി സൈഡിലേക്ക് നമ്മുടെ
മെയിൻ ക്ലോത്ത്, ബോട്ടത്തിൻ്റെ മെയിൻ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതിങ്ങനെ മറിച്ചിടുക ചെയ്യുന്നത്, മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല വശം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു 2 വശം ബോട്ടം പാർട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തു, ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ടതിന് ശേഷം നമുക്കിതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യണം. ഓക്കെ, സൈഡ് ജോയിൻ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് ബാൻഡ് ഉണ്ടല്ലോ, ആ വേസ്റ്റ് ബാൻഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. സൈഡും ജോയിൻ ചെയ്ത് അടിവശം കൂടി മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡിയാണ്. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ്. മനസ്സിലായിട്ടുണ്ടെന്ന്